Hello my dear students, welcome to Learner's World. In this video, I talk about Sonnet 29 written by William Shakespeare, Part 1. William Shakespeare. Born in 1564 and died in 1616, was an English poet, playwright and actor. He is regarded as the greatest writer in the English language and he is considered the most important dramatist in the world. അപ്പോൾ വില്യം ഷേക്സ്പിയർ ഒരു ഇംഗ്ലീഷ് പോയറ്റാണ്, അതുപോലെ ഒരു നാടകകൃത്തും അഭിനേതാവും ഒക്കെയാണെന്നാണ് പറയുന്നത്. അതുപോലെ ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും മഹാനായിട്ടുള്ള ഒരു എഴുത്തുകാരനായാണ് അദ്ദേഹം കരുതപ്പെടുന്നത്. ഈസ് ഓഫൺ കോൾഡ് ഇംഗ്ലണ്ട്സ് നാഷണൽ പോയറ്റ് ആൻഡ് ദ ബാഡ് ഓഫ് അവൻ. അപ്പോൾ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് നാഷണൽ പോയറ്റ് എന്നും അതുപോലെ ബാഡ് ഓഫ് അവൻ എന്നുള്ള പേരിലൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. He was born in Stratford-on-Avon. His parents were John Shakespeare and Mary Arden. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാരൻസ് ജോൺ ഷേക്സ്പിയർ ആൻഡ് മേരി ആർഡൻ ആയിരുന്നു. ഷേക്സ്പിയർ വാസ് എഡ്യൂക്കേറ്റഡ് അറ്റ് ദ കിങ് എഡ്വാർഡ് ഫോർത്ത് ഗ്രാമർ സ്കൂൾ അറ്റ് സ്ട്രാറ്റ്ഫോർഡ്. There he studied Latin and Greek and read the Roman dramatists. അപ്പോൾ അദ്ദേഹം എഡ്വാർഡ് ഫോർത്ത് ഗ്രാമർ സ്കൂളിലാണ് അദ്ദേഹം പഠിച്ചത്. അവിടെ അദ്ദേഹം ലാറ്റിൻ ഭാഷയും ഗ്രീക്കൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അറ്റ് 18 he married Anne Hathaway. After his marriage and the birth of his children, Shakespeare moved to London. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 18-ാമത്തെ വയസ്സിൽ അദ്ദേഹം ആൻ ഹത്താവേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നുണ്ട്. അതിൽ കുട്ടികളൊക്കെ ഉണ്ടായ ശേഷം അദ്ദേഹം പിന്നീട് ലണ്ടനിലേക്ക് പോകുന്നുണ്ട്. He started a small actor and later became a playwright and a producer of plays. വളരെ ചെറിയൊരു അഭിനേതാവായി തുടങ്ങിയ അദ്ദേഹം പിന്നീട് ഒരു നാടകകൃത്തും നാടകങ്ങളുടെ നിർമ്മാതാവും ഒക്കെ ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഷേക്സ്പിയർ ഹാസ് റിട്ടൺ മോർ ദാൻ 13 plays. അപ്പോൾ അദ്ദേഹം 30 പേരെ നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. ദേ ആർ സം ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് വെസ്റ്റേൺ ലിറ്ററേച്ചർ. അപ്പോൾ ഇംഗ്ലീഷ് സാഹിത്യത്തിലൊക്കെ പാശ്ചാത്യ സാഹിത്യത്തിലും ഏറ്റവും മികച്ച നാടകങ്ങളാണ് ഷേക്സ്പിയറുടെ നാടകങ്ങൾ എന്നാണ് പറയുന്നത്. ട്രഡീഷണലി ഹിസ് പ്ലേസ് ആർ ഡിവൈഡഡ് ഇൻ ടു ട്രാജഡി, കോമഡി ആൻഡ് ഹിസ്റ്ററി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ ട്രാജഡി, കോമഡി, ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഹിസ് ട്രാജഡീസ് വേർ ദ മോസ്റ്റ് സിഗ്നിഫിക്കൻസ്. ഈ ഒരു കാറ്റഗറിയിൽ ട്രാജഡിയാണ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ട്രാജഡിയാണ്. They were the most discussed in literary criticism. അതായത് സാഹിത്യ നിരൂപണത്തിൽ ഏറ്റവും അധികം വിശകലനം ചെയ്യപ്പെട്ടിട്ടുള്ളവയാണ് നമ്മുടെ ഷേക്സ്പിയറുടെ ട്രാജഡീസ്. ഹിസ് മോസ്റ്റ് ഫേമസ് ട്രാജഡീസ് ആർ ഹാംലെറ്റ്, ഒതല്ലോ, കിങ് ലിയർ ആൻഡ് മാക്ബത്ത്. അപ്പോൾ അദ്ദേഹത്തിന് ഫേമസ് ആയിട്ടുള്ള ട്രാജഡീസ് ആണ് പറയുന്നത്. ഹിസ് ട്രാജഡീസ് ആർ പെർമലി കൺസേൺ വിത്ത് ദ ട്രാജിക് ഹീറോ ആൻഡ് ഹിസ് ട്രാജിക് ഫ്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രാജഡികൾ അതിലെ നായകനെ പറ്റിയും നായകൻ്റെ എന്തെങ്കിലും പോരായ്മയെ പറ്റിയൊക്കെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിൽ ഉള്ള ഒരു നായകന് എന്തെങ്കിലും പ്രത്യേക ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ സ്വഭാവ രീതികളൊക്കെ ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. ദ ഹീറോസ് പെർട്ടിക്കുലർ ഇൻട്രസ്റ്റ്, പാഷൻ ഓർ ഹാബിറ്റ് ലീഡ്സ് ടു ഹിസ് ഫോൾ. ദ ട്രാജിക് ഫ്ലോ ഇസ് ദ കീ ഫീച്ചർ ഓഫ് ഷേക്സ്പിയർസ് ട്രാജഡീസ്. അപ്പോൾ ആ ഒരു പ്രത്യേകതകളാണ് നായകനെ ദുരന്തത്തിലേക്കൊക്കെ നയിക്കുന്നത് എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്ലേസിലുള്ള. അതുപോലെ നായകനെ ദുരന്തത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രത്യേകതയാണ് നമ്മുടെ ഷേക്സ്പിയറിൻ്റെ ട്രാജഡികളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീമുകൾ എന്നാണ് പറയുന്നത്. ഷേക്സ്പിയർ ഹാസ് റിട്ടൺ 154 സോണറ്റ്സ്. അദ്ദേഹം 154 സോണറ്റ്സുകൾ എഴുതിയിട്ടുണ്ട്. ഐ സോണറ്റ് ഈസ് എ ലിറിക് പോയം ഓഫ് 40 lines റിട്ടൺ ഇൻ എ സിംഗിൾ സ്റ്റാൻസ. അപ്പോൾ സോണറ്റ് എന്ന് പറഞ്ഞാൽ 14 വരിയിലുള്ള ഒരു പദ്യമാണ് സോണറ്റ് എന്ന് പറയുന്നത്. ഒരു ഒറ്റ ശ്ലോകമായിട്ടാണ് അത് എഴുതുന്നത് എന്നാണ് പറയുന്നത്. ദർ ഇസ് എ സ്പെഷ്യൽ റൈമിംഗ് സ്കീം. അതിനൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റൈമിംഗ് സ്കീം ഉണ്ട്. ദർ ആർ 2 different റൈമിംഗ് സ്കീംസ് ഇൻ സോണറ്റ് റിട്ടൺ ഇൻ ഇംഗ്ലീഷ്. അതായത് 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള റൈമിംഗ് സ്കീം നമ്മളുടെ ഇംഗ്ലീഷ് സോണറ്റുകളിൽ നമുക്ക് കാണാൻ കഴിയും. വൺ ഈസ് ദ പെട്രാർക്കൻ സോണറ്റ്. പെട്രാർക്ക് വാസ് ആൻ ഇറ്റാലിയൻ പോയിറ്റ് ഓഫ് ദ 14th century. അതിലൊന്നാണ് പെട്രാർക്കൻ സോണറ്റ് എന്ന് പറയുന്നത്. പെട്രാർക്ക് ഒരു 14th century ഒരു ഇറ്റാലിയൻ കവിയായിരുന്നു.
ഈ ഒരു പെട്രാർക്കിയൻ സോണറ്റിനെ നമുക്ക് രണ്ടായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യാം. ദ പെട്രാർക്കിയൻ സോണറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2 പാർട്സ്, ഒക്ടേവ് ആൻഡ് സെസ്റ്ററ്റ്. അപ്പോൾ ഒക്ടേവ് ആൻഡ് സെസ്റ്റസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പെട്രാർക്കിയൻ സോണറ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതായത് ദ ഒക്ടേവ് ഈസ് ദ ഫസ്റ്റ് 8 ലൈൻസ്, ദ റിമൈനിങ് 6 ലൈൻസ് ആർ ദ സെസ്റ്ററ്റ്. അപ്പോൾ ആദ്യത്തെ 8 വരികൾ ഒക്ടേവ് ആയിട്ടും ബാക്കിയുള്ള 6 വരികൾ സെസ്റ്ററ്റ് ആയിട്ടുമാണ് പറയുന്നത്. ഇൻ ദ ഒക്ടേവ് ദ റൈമിംഗ് സ്കീം ഈസ് ABBA ആൻഡ് ABBA. അപ്പോൾ ഒക്ടേവിലുള്ള റൈമിംഗ് സ്കീമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇൻ ദ സെസ്റ്ററ്റ് ഇറ്റ് ഈസ് CDE CDE. Okay. In the other type of sonnets, the first 12 lines are divided into 3 quatrains of 4 lines each, and then there is a couplet. അതായത് മറ്റു തരത്തിലുള്ള ഒരു സോണറ്റുകളിൽ ആദ്യത്തെ 12 വരികൾ 3 ക്വാർട്ടറൈൻസ് ആയിട്ട് തിരിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നത്തെ 2 വരികൾ കപ്ലറ്റ്, ലാസ്റ്റ് 2 ലൈൻസ് കപ്ലറ്റ് ആണെന്നാണ് പറയുന്നത്. In the 3 quatrains, the poet establishes a theme or problem and resolves in the couplet. അതായത് ആദ്യത്തെ ക്വാർട്ടറൈനിൽ കവി ഒരു പ്രശ്നം ഉന്നയിക്കുന്നുണ്ട്, ഷേക്സ്പിയർ ഒരു പ്രശ്നം ഉന്നയിക്കുന്നുണ്ട്. അവസാനത്തെ 2 വരികളിൽ ആ കപ്ലറ്റിൽ ആ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. ഹിയർ ഈസ് ദ റൈമിംഗ് സ്കീം. നമ്മുടെ ഷേക്സ്പിയറിയൻ റൈമിംഗ് സ്കീമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ABAB CD CD EF EF GG. The sonnets of Shakespeare are most important. The sonnet 80, 116 and 73 are considered to be his best sonnet. അപ്പോൾ ഷേക്സ്പിയറിൻ്റെ സോണറ്റുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അവയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സോണറ്റ് 80, 116 ആൻഡ് 73 ഇവയൊക്കെയാണെന്നാണ് പറയുന്നത്. സോണറ്റ് 80 ഈസ് Shall I compare thee to a summer's day? And sonnet 16, let me know to the marriage of true minds. And sonnet 73 is that time of fear thou mightst in me behold. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സോണറ്റ് 80യുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഷാൾ ഐ കമ്പയർ ദി ടു എ സമ്മേഴ്സ് ഡേ എന്നുള്ളതാണ്. സോണറ്റ് 16, ലെറ്റ് മീ നോ ടു ദ മാരേജ് ഓഫ് ട്രൂ മൈൻഡ്സ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഓപ്പണിംഗ് ലൈനായിട്ട് വരുന്നത്. Most of his sonnets are mainly love, transience of life, beauty and the working of desire. അദ്ദേഹത്തിൻ്റെ സോണറ്റുകളിലുള്ള തീമുകൾ എന്ന് പറയുന്നത് ലവ്, അതുപോലെ ജീവിതത്തിൻ്റെ നൈമിഷികത, സൗന്ദര്യം, ആഗ്രഹങ്ങളുടെ പ്രവർത്തികൾ ഇവയൊക്കെയാണെന്നാണ് പറയുന്നത്. സോണറ്റ് 29 ഷോസ് ദ പോയിറ്റ് അറ്റ് ഹിസ് മോസ്റ്റ് ഇൻസെക്യൂർ ആൻഡ് ട്രബിൾ സിറ്റുവേഷൻ. ഇനി നമുക്ക് പഠിക്കാനുള്ള സോണറ്റ് 29ൽ ഷേക്സ്പിയർ അങ്ങേയറ്റം അരക്ഷിതാവസ്ഥയിലും വേദനയിലൊക്കെ ആണെന്നാണ് കാണിക്കുന്നത്. ഹി പ്രസൻസ് ഹിംസെൽഫ് ഇൻ എ ബാഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഹി ഹാസ് ഫാളൻ ഫ്രം ഗ്രേസ് ആൻഡ് ഈസ് ഗ്രേറ്റ്ലി ഡിപ്രസ്ഡ്. അതായത് അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇതിൽ കാണിക്കുന്നത്. അദ്ദേഹം നിരാശയുടെ ഗർത്തത്തിൽ വീണിരിക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത്. അയാളൊരു വലിയ നിർഭാഗ്യവാനാണെന്ന് ആണ് അയാളുടെ വിചാരം. ഹി ഓൾസോ ഫീൽസ് അൺലക്കി. ഹി ഫീൽസ് അഷെയിംഡ് ആൻഡ് ഗ്രേറ്റ്ലി ജെലസ് ഓഫ് പീപ്പിൾ അറൗണ്ട് ഹിം. വി ഡോണ്ട് നോ വൈ ഹി ഈസ് ഇൻ സോ മച്ച് പെയിൻ. അപ്പോൾ അയാളുടെ തന്നെ നാണക്കേടൊക്കെ തോന്നുന്നുണ്ട്, ചുറ്റുള്ളവരോടൊക്കെ അയാൾക്ക് അസൂയ തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു അവസ്ഥയിൽ ആയിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്നും അറിയാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. വി ഓൾസോ ഡോണ്ട് നോ ഇഫ് ദ സോൺസ് ആർ ഓട്ടോബയോഗ്രഫിക്കൽ. ടുവാർഡ്സ് ദ എൻഡ് ഓഫ് ദ സോൺ ദ പോയറ്റ് സീംസ് ടു ഷിയർ അപ്പ് തിങ്കിങ് ഓഫ് സംവൺ. ദ പോയറ്റ് തിങ്സ് ഹി ക്യാൻ ഫൈറ്റ് ഹിസ് മിസറി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ സ്വീറ്റ് ലവ് ഓഫ് ഹിസ് ഫ്രണ്ട്. മെമ്മറീസ് ഓഫ് ദ സ്വീറ്റ് ലവ് ഹെൽപ്പ് ഹിം ടു റിമൈൻ ഹോപ്പ്ഫുൾ. അപ്പോൾ ഈ ഒരു പോയത്തിൻ്റെ അവസാനം നമ്മുടെ കവി ആരെയോ ഓർത്തിട്ട് അദ്ദേഹം സന്തോഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ സ്നേഹസഹായത്താലൊക്കെ ഏതൊരു പ്രതിസന്ധിയും തരണം ചെയ്യാമെന്നുള്ള ഒരു ആത്മവിശ്വാസം നമ്മളുടെ പോയറ്റിന് കൈവരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ ഓർമ്മയിൽ നമ്മുടെ പോയറ്റ് ശുഭാപ്തി വിശ്വാസിയാവുകയും സന്തോഷവാനാവുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. I conclude here. Thank you for watching our video. If you are interested, please subscribe, comment, share, like.